ഗുഡ് ഈവനിങ് ആൾ. നമുക്ക് തുടങ്ങാം. പുതിയ ബാച്ചിന് തുടങ്ങുന്ന രൂപത്തിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടത്തിൽ പലതരം വിദ്യാഭ്യാസ മേഖലയിലുള്ളവരുണ്ട്, പല മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഇവരെല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് ഏതൊരു സാധാരണക്കാരനും വളരെ സിമ്പിളായി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്. കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ക്ലാസ്സിൽ കുറേ അധികം ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല. പല ആളുകളും ചില സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് അത് ഒന്ന് കൊടുക്കുകയും രണ്ടാമതായിട്ട് പലരുടെയും സംശയങ്ങൾ തീർത്തുകൊണ്ടുമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഞാൻ ചിലപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് ചെറിയൊരു ആവർത്തന വിരസത തുടക്കത്തിൽ അനുഭവപ്പെടും. എങ്കിൽ പോലും പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഓടിച്ചിട്ട് ഇതിന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാം. അതിനുശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം. നമുക്കറിയാം, ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ കൃത്രിമ ബുദ്ധി, അതായത് മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുകയും മനുഷ്യൻ ചെയ്യുന്നത് പോലെ ചെയ്യുകയും ചെയ്യുന്ന ടെക്നോളജി, ഒരു ശാസ്ത്രശാഖയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇത് നമ്മൾ തത്വത്തിൽ മനസ്സിലാക്കുക. ബാക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേ അധികം കാര്യങ്ങൾ തിയറിറ്റിക്കലായിട്ട് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ ഓരോരോ സന്ദർഭങ്ങളിലായിട്ട് പഠിച്ചു പോകുന്നതായിരിക്കും നന്നാവുക. ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത്, എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ദോഷം എന്ന്. സാധാരണക്കാർക്കിടയിൽ പ്രധാനമായുള്ള ഒരു സംശയമോ, രണ്ട് രീതിയിലാണ് ആളുകൾ ഇതിനെ കാണുന്നത്. ഒന്ന്, AI എന്ന് പറയുന്നത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയല്ല, നമ്മളത് പഠിക്കേണ്ട കാര്യമില്ല. അത് കുറെ ഇംഗ്ലീഷൊക്കെ അറിയുന്ന ആളുകൾ, അതല്ലെങ്കിൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, അതും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു സംഭവമാണ്. നമുക്ക് അതൊന്നും ബാധിക്കുന്ന കാര്യമല്ല, അതുകൊണ്ട് അതിനൊന്നും വെറുതെ സമയം നഷ്ടപ്പെടുത്തണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരാണ് കൂടുതലുള്ളത് എനിക്ക് തോന്നുന്നത്. മറ്റൊരു വിഭാഗം ഈ പറയപ്പെട്ട ആളുകൾ, IT ടെക്നോളജി മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, ഉയർന്ന തലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു ചെറിയ ഭയപ്പാടുണ്ട്. AI വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജോലി നഷ്ടപ്പെടുമോ എന്ന്. ഇവരോട് എനിക്ക് പറയാനുള്ളത്, AI വന്നു കഴിഞ്ഞാൽ ഇനി ജോലി നഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കാനില്ല. വന്നു കഴിഞ്ഞു. ഇതിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ എന്താ പറയാ, ഡെവലപ്മെന്റ്സ് ആണ്. ഇതിങ്ങനെ വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വികാസം പ്രാപിക്കുമ്പോൾ അത് എവിടേക്കൊക്കെ ചെന്ന് പൊട്ടിത്തെറിക്കുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് വന്നു കഴിഞ്ഞു. പല മേഖലയിലും അതിന്റെ റിഫ്ലക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു വശം. രണ്ടാമതൊരു വശം, ഇത് നമ്മുടെ ജോലി നഷ്ടപ്പെടുത്തുമോ എന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ജോലി നഷ്ടപ്പെടുത്തുന്നുണ്ട്. പലരുടെയും ജോലി നഷ്ടപ്പെടുത്തുന്നുണ്ട്. ആർക്കാണ് ജോലി നഷ്ടപ്പെടുന്നത് എന്ന് ഓർത്താൽ ഒറ്റ കാര്യം മനസ്സിലാവും. നിലവിലുള്ള ജോലി ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായങ്ങൾ ഉപയോഗിക്കാത്തവർക്കാണ് ജോലി നഷ്ടപ്പെടുന്നത്. എന്ന് വെച്ചാൽ നമുക്കൊക്കെ എന്ത് വേണം? നിലവിലുള്ള ജോലി നിലനിർത്തിക്കൊണ്ടു പോകാൻ ഈ ജോലിക്ക് ആവശ്യമായ AI ടൂൾസ് ഉപയോഗിച്ച് പഠിക്കണം എന്നർത്ഥം. നമുക്കറിയാം, കുറെ വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ സ്ഥാപനങ്ങളും ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നമുക്കറിയാം, പല ഓഫീസുകളിലും ഉണ്ടായിരുന്നു ഫാക്സ് മെഷീൻ. കമ്മ്യൂണിക്കേഷൻസ് പെട്ടെന്ന് നടക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് ഫാക്സ് ആയിരുന്നു. ഈ ഫാക്സ് അയക്കും, എല്ലാ ഓഫീസുകളിലും ഒരു ഫാക്സ് മെഷീൻ ഉണ്ടാവും. അവിടെ ഫാക്സ് റിസീവ് ചെയ്യും, തിരിച്ച് മറുപടി അയക്കും. ഇങ്ങനെയായിരുന്നു നടന്നിരുന്നത്. പിന്നീട് കാലക്രമത്തിൽ ഇന്റർനെറ്റ് ടെക്നോളജി കൂടുതൽ വികാസം പ്രാപിക്കുകയും അതുവഴി ഇമെയിലും സർവീസുകൾ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ ഈ ഫാക്സ് എന്നുള്ള സംഭവം ഇപ്പോൾ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ഇമെയിൽ ഉപയോഗിക്കാൻ പഠിച്ച ആളുകൾക്ക് ഫാക്സ് മെഷീന്റെ കാലത്ത് നിന്ന് ഇമെയിലിലേക്ക് സ്ഥാപനങ്ങൾ മാറി തുടങ്ങിയപ്പോൾ അതിനോടൊപ്പം ഇമെയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയ ആളുകൾക്ക് അവരുടെ ജോലി നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിച്ചു. എന്നതുപോലെ നിലവിലുള്ള ഇമെയിൽ സംവിധാനങ്ങൾ, നിലവിലുള്ള ഇന്റർനെറ്റിന്റെ ഉപയോഗങ്ങൾ, നിലവിലുള്ള നമ്മുടെ ജോലികളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് AI-യിലേക്ക്. ഇതിനോടൊപ്പം നമ്മൾ മാറുക എന്ന് മാത്രമേ നമുക്ക് മുമ്പിലുള്ള മാർഗമുള്ളൂ. അത് മാറാനുള്ള പരിശീലനമാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാണ് നമ്മൾ ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. ഒരു കാര്യം കൂടെ പറയാം. നേരത്തെ പറഞ്ഞ മറ്റൊരു വിഭാഗമുണ്ട്. ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട മേഖലയല്ല. ഇത് വളരെ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക്, ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾക്കൊക്കെ ബാധിക്കുന്ന ഒരു സംഭവമാണ് AI. നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന്
വിശ്വസിക്കുന്ന ആളുകളോട് എനിക്ക് ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം. അത് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ക്ലാസ്സിലേക്ക് കയറാം. അതായത് ഒരാൾക്ക്, ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത് തന്നെയാണ്, ഒരു ടാക്സി ഡ്രൈവർക്ക് ജോലി ചെയ്യാൻ ഉണ്ടായിരിക്കേണ്ടുന്ന മിനിമം അറിവെന്ന് പറയുന്നത് നന്നായിട്ട് വാഹനം ഓടിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതോടൊപ്പം അയാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവുക എന്നുള്ളതും നിർബന്ധമാണ്. ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാൾക്ക് നന്നായിട്ട് വാഹനം ഓടിക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് ടാക്സി ഓടിച്ചുകൊണ്ട് കുടുംബം പുലർത്താം. അതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് മാറി. ഇപ്പോ വാഹനം ഓടിക്കാൻ അറിഞ്ഞാൽ മാത്രം പോരാ, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായാൽ മാത്രം പോരാ, ശരിക്കും ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാൻ കഴിയണം. ഈ ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പേ നമ്മളിലേക്ക് കയറി വന്ന ഒരു AI ടൂളാണ്. അതൊരു AI ടൂൾ ആണെന്ന് അറിഞ്ഞുകൊണ്ടല്ല നമ്മളിൽ കൂടുതൽ പേരും അതിനെ സ്വീകരിച്ചിട്ടുള്ളത്. അതെന്തോ വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ ഒരു സാധനം അങ്ങോട്ട് വന്നതാണ്, അതിലേക്ക് നമ്മൾ അങ്ങോട്ട് കയറി ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോഴും ചില ടാക്സി ഡ്രൈവർമാർ സ്മാർട്ട് ഫോൺ പോലും ഉപയോഗിക്കാൻ കഴിയാത്തവരുണ്ട്. അവരുടെ ജോലി അധികകാലം മുന്നോട്ട് പോകാതെ നിൽക്കും. കാരണം ഗൂഗിൾ മാപ്പ് ഇല്ലാതെ ഇനി ഒരു ടാക്സി ഡ്രൈവർക്ക് ജോലി ചെയ്യാൻ കഴിയില്ല. ഡെലിവറി ബോയ്സ് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ കണ്ണിന് മുന്നിലൂടെ ബൈക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന ഡെലിവറി ബോയ്സ്, അവരും ഉപയോഗിക്കുന്നത് ഗൂഗിൾ മാപ്പ് തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള AI ടൂളുകൾ എല്ലാ മേഖലയിലുമുണ്ട്. എല്ലാ ജോലിക്കും ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട, ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട AI ടൂൾസ് ഉപയോഗിക്കുക, AI മോഡൽസിന്റെ സഹായം നമ്മൾ ഉപയോഗിക്കുക എന്ന് മാത്രമേ നമ്മുടെ മുമ്പിലുള്ള മാർഗമുള്ളൂ. എല്ലാ സ്ഥാപനങ്ങളും അതാണ് ആഗ്രഹിക്കുന്നതും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, BBC വന്ന കഴിഞ്ഞ 1-2 ആഴ്ചകൾക്ക് മുമ്പ് വന്ന റിപ്പോർട്ട്, ഒരാഴ്ചയിലധികമായിട്ടേ ഉള്ളൂ. ഒരു റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത് 2026 എന്ന് വെച്ചാൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പറക്കാൻ പോവുക. ഞാൻ ഈ പറയുന്നതിന് അർത്ഥം ഡിസംബർ 31-ാം തീയതി അർദ്ധരാത്രി 12 മണി കഴിഞ്ഞാൽ മുതൽ പ്രാബല്യത്തിലാകുന്ന ഒരു നിയമത്തെ കുറിച്ചല്ല. 2026 ഗ്ലോബലി, ആഗോള തലത്തിൽ തന്നെ നടക്കാൻ പോകുന്ന ഹയറിംഗ്, കമ്പനികൾ ജീവനക്കാരെ ഹയർ ചെയ്യുന്നത് മുഴുവനും AI പവേർഡ് ആയിട്ടുള്ള ജീവനക്കാരെയാണ്. എന്ന് വെച്ചാൽ എത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, എന്തെല്ലാം ടെക്നോളജികൾ അവരുടെ കയ്യിലുണ്ടെങ്കിലും AI കൂടി ഉപയോഗിക്കാൻ കഴിയുന്നവരെ മാത്രമേ സ്ഥാപനങ്ങൾക്ക് വേണ്ടൂ എന്നർത്ഥം. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ ഹയർ ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് വരുമ്പോൾ അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നമ്മളും ഈ വക കാര്യങ്ങൾ, ഈ വക അറിവുകൾ നേടിയിരിക്കണം എന്നുള്ള തിരിച്ചറിവാണ് ഇത്തരം ഒരു ഉദ്യമത്തിലേക്ക് ഞങ്ങളെ ഇറങ്ങാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ട്രെയിനിങ് പരിപാടികൾ നടത്തുന്നത്. അപ്പൊ നമുക്ക് കാര്യമായിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് കയറാം. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ മേഖലയിൽപ്പെട്ട ആളുകൾക്കും AI ഉപകരണങ്ങൾ ഉപയോഗിക്കാനുണ്ട് എന്ന്. നമ്മുടെ ക്ലാസ്, ഈ കോഴ്സ് തീരുന്നതിന് മുമ്പ് എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളെയും അത് നമ്മൾ പരിശീലിപ്പിക്കും. അവരവരുടെ ജോലിക്ക് എന്തെല്ലാം ഉപകരണങ്ങളാണോ, AI ടൂൾസ് ആണോ ഉപയോഗിക്കേണ്ടത്, അത് നമ്മൾ പരിശീലിപ്പിക്കും. കൃത്യമായിട്ട് അത് ഉപയോഗിക്കാനുള്ള ഗൈഡൻസ് അവർക്ക് കൊടുക്കും. ഇതിന് അഗാധമായ ഒരു എന്താ പറയുക, ഇംഗ്ലീഷ് പരിജ്ഞാനമൊന്നും ആവശ്യമില്ല. ഒരു വാട്സപ്പ് ഉപയോഗിക്കാൻ അറിയുന്ന ആൾക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഈ പറയപ്പെടുന്ന AI ടൂൾസ് ഒക്കെ. അതിന് മാത്രമുള്ള അറിവേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ AI ആണെന്ന് കേട്ടിട്ട് അതിന് ഒരുപാട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഇപ്പോൾ ഒരുപാട് യൂസർ ഫ്രണ്ട്ലി ആയി വന്ന് തുടങ്ങിയ സമയത്തുള്ളത് പോലെ അല്ല ഇപ്പോൾ ഉള്ളത്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പോ ഗൂഗിൾ CEO കഴിഞ്ഞ ദിവസം ഇറക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊക്കെ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പുള്ളി പറയുന്നത്, ഗൂഗിൾ ആൾറെഡി ഒരു പുതിയ സ്റ്റെപ്പ് എടുത്തു വെച്ചു. എന്തിലേക്കാണെന്നറിയോ? ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു വലിയ വിപ്ലവം വരാനിരിക്കുന്നുണ്ട്. അത് വരാനിരിക്കുകയല്ല, അത് ആൾറെഡി അതിന്റെ സ്റ്റെപ്പുകളൊക്കെ തുടങ്ങി. ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വന്നു കഴിഞ്ഞാൽ, ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ ഒരു പ്രധാന പ്രത്യേകതയായിട്ട് പറയപ്പെടുന്നത് അതിവേഗത എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ വളരെ വേഗത്തിൽ, ഇപ്പം നടക്കുന്നതിനേക്കാൾ 10 മടങ്ങ് ഇരട്ടി വേഗതയിൽ കാര്യങ്ങൾ നടത്താൻ കഴിയും എന്നുള്ളതാണ് മാത്രമേ ഇപ്പം നമുക്ക് അതിനെക്കുറിച്ച് തത്വത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട സ്റ്റെപ്പുകളൊക്കെയും ഗൂഗിളിന്റെ ഭാഗത്ത് നിന്ന് നീങ്ങി തുടങ്ങി. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? ഗൂഗിൾ മാത്രമല്ല, എല്ലാവരും അതിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. 2030 എന്ന് വെച്ചാൽ ഒരു 5 വർഷം കൊണ്ട് ഇന്ന് AI സൃഷ്ടിച്ചിരിക്കുന്ന വിപ്ലവത്തിന് സമാനമായ അവസ്ഥയിലേക്ക് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ടെക്നോളജിയും എത്തും എന്നുള്ളതാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം AI പഠിക്കാത്തവർക്ക് ഒരു നിലക്കും അതിന്റെ കൂടെ ഓടിയാൽ എത്തൂല. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ തന്നെ നമ്മുടെ ഓട്ടം ആരംഭിക്കുക. ഇപ്പോ AI കൂടെ ഓടിയാൽ പോലും നിങ്ങൾ നാളെ മുതൽ നോക്കിക്കോ, ഒരു പക്ഷേ ഇതുവരെ AI പരിശീലിച്ചിട്ടില്ലാത്ത ആളുകളും പരിശീലനം അല്ലെങ്കിൽ AI മേഖലയിലേക്ക് ഇറങ്ങിയിട്ടില്ലാത്ത ആളുകളും ധാരാളം ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. അവരോട് കൂടിയായിട്ട് പറയാണ്, ഇനി നിങ്ങൾ കുറേശ്ശെ
യൂട്യൂബിലും മറ്റു സ്ഥലങ്ങളിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ചെറിയ ഈ ടെക് ബേസിലുള്ള കുറെ റീൽസ് ഒക്കെ കാണാനിടയാകും. ഓരോന്ന് കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും, അയ്യോ ഇത് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, ഇത് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന് തോന്നിപ്പോകും. നാളെ മുതൽ അങ്ങോട്ട് ഓരോ ദിവസവും ഉറക്കമുണരുന്നത് പുതിയ പുതിയ AI ടൂൾസിനെ ഓരോരുത്തർ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഓടിയെത്തുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായ കാര്യമാണ്. ഇപ്പൊ നമുക്ക് ഒന്ന് ആഞ്ഞിറങ്ങിയാൽ തീർച്ചയായിട്ടും അതിനെ കൂടെ പിടിക്കാൻ കഴിയും. അങ്ങനെ ആകുമ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പോലുള്ള ടെക്നോളജികളൊക്കെ വരുമ്പോൾ നമുക്ക് അതിലേക്കും വളരെ ഈസി ആയിട്ട് കയറി അതിന്റെ കൂടെ തന്നെ സഞ്ചരിക്കാൻ സാധിക്കും. അല്ല എങ്കിൽ എന്ത് സംഭവിക്കും? അല്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ട്രിപ്പ് കിട്ടാതെ പ്രയാസപ്പെടുന്ന ടാക്സി ഡ്രൈവറുടെ അവസ്ഥയിലേക്ക് നമ്മൾ പോകും. അത് പോകാതിരിക്കാനാണ് ഈ ശ്രമങ്ങളൊക്കെയും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് നേരെ കയറാം.